ഹലോ എവ്രി വൺ. ഇന്ന് വിനായക ചതുർത്ഥി അല്ലേ? അപ്പം ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതാ വിളക്കൊക്കെ കത്തിച്ച് ഞാൻ ഉണ്ടാക്കിയ മോദകം എല്ലാം ഭഗവാന്റെ മുന്നിൽ വെച്ചു. അപ്പോൾ അതിന് മുന്നേ ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഞാൻ എങ്ങനെ അതൊക്കെ പ്രിപ്പയർ ചെയ്തതെന്ന്. അപ്പോൾ അരിപ്പൊടി ഇതാ എടുത്തിട്ടുണ്ട്, ശർക്കര പാവ് കാച്ചാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2 കപ്പ് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് ചൂട് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ചിട്ട് അതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടും ഇളക്കാം. ഞാൻ പക്ഷേ ഇപ്പോൾ ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യുകയാണ് സ്പൂൺ കൊണ്ട്. എന്ന് വെച്ചാൽ തിളച്ച വെള്ളമല്ലേ, അപ്പോൾ ഒന്നെല്ലാം എല്ലാ സ്ഥലത്തും യോജിപ്പിച്ച ശേഷം കൈ കൊണ്ട് നമുക്ക് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ മോദകം ഉണ്ടാക്കാനായിട്ടുള്ള മാവ് അരിപ്പൊടി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാവയ്ക്ക് നന്നായിട്ട് കമ്പൈനായി വന്നു. ഇപ്പോൾ കൈ കൊണ്ട് കുഴച്ചു. നമ്മുടെ കയ്യിൽ ഒട്ടാൻ പാടില്ല, അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്, ശർക്കരപ്പാവ് റെഡിയായിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫില്ലിങ് ചെയ്യാനായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് നാളികേരം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ വേണമെങ്കിൽ നമുക്കിപ്പോൾ കടലപ്പരിപ്പ് വേവിച്ചതും ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഓൺലി നാളികേരം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഈ വെള്ളമയം ഒക്കെ പോകുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ശർക്കരയിൽ നമ്മുടെ നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇപ്പോൾ ഞാൻ ചുക്കും ജീരകവും ഏലക്കയും പൊടിച്ചതാണ് ആഡ് ചെയ്തത്. അതും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വാട്ടർ കണ്ടൻറ്റൊക്കെ പോകുന്നത് വരെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ്. ഇപ്പോൾ നമ്മുടെ നാളികേരവും ശർക്കരയും കൂടിയിട്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഉപ്പ് കൊഴുക്കട്ടയ്ക്ക് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 1 സ്പൂൺ ഉഴുന്ന് പരിപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഉഴുന്ന് പരിപ്പ് ഒന്ന് ചുവന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, കരിവേപ്പില, ഇഞ്ചി ഒരു ചെറിയ പീസ് കട്ട് ചെയ്തത്, ഇത് 3ഉമാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ സവാളയൊന്നും ആഡ് ചെയ്യില്ല. അപ്പോൾ ഇത് 3ഉം ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് യോജിപ്പിച്ചെടുക്കുക, മൂപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഉപ്പ് കൊഴുക്കട്ടയ്ക്കുള്ള കൂട്ടാണ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതും റെഡിയായി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു കപ്പ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് 1 സ്പൂൺ ഇല്ലെങ്കിൽ ഒരു ബോൾ ആക്കിയിട്ടും എടുക്കാം. നമുക്ക് അകത്ത് വെച്ച ശേഷം ഇങ്ങനെ അങ്ങോട്ട് മൂടി കൊടുക്കുക. അപ്പോൾ മുകളിലേക്ക് കുറച്ച് കൂടുതൽ മാവ് വരും. ഇതിങ്ങനെ കുറച്ച് മുകളിലേക്ക് നമുക്ക് പുള്ളി ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അച്ചയ്ക്ക് കിട്ടുന്നുണ്ട്, നമുക്ക് കൈ കൊണ്ടും ചെയ്യാം. ഗണപതിക്കുള്ള കൊഴുക്കട്ട അങ്ങനെ റെഡിയായി. അപ്പോൾ അങ്ങനെയും ചെയ്തു, റൗണ്ടാക്കിയിട്ടും ചെയ്ത് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പ് കൊഴുക്കട്ട ഉണ്ടാക്കാൻ കുറച്ചും കൂടെ മാവെടുത്ത് ഞാൻ അതേ പ്രോസസ് ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ കടുകും ഉഴുന്നുപരിപ്പും പച്ചമുളകും ഇഞ്ചിയും കരിവേപ്പിലയും അതും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്ത് ചെറിയ ചെറിയ റൗണ്ട്സ് ആക്കി എടുക്കാൻ നമുക്ക്. ഇപ്പോൾ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടി ഇത് സ്റ്റീം ചെയ്യാനായിട്ട് വെക്കണം. ഇത് ചെറിയ ബോളോ മീഡിയം സൈസ് ബോളോ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കി സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഉപ്പ് കൊഴുക്കട്ടയും സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 കൊഴുക്കട്ടയും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ സ്വീറ്റ് കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, റൗണ്ടും ഉണ്ട് കൂർത്തതും ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മറ്റേ നമ്മുടെ പിടി കൊഴുക്കട്ടയാണ്. അതിനിപ്പോൾ 2 കപ്പ് ജാഗറി സിറപ്പാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 കപ്പ് നമ്മുടെ അരിപ്പൊടി ആഡ് ചെയ്യുകയാണ്. ചുക്കും ജീരകവും ഏലക്കയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1 കപ്പ് അരിപ്പൊടി ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ അതൊന്ന് വേവുകയും ചെയ്യും.
എന്നിട്ട് അതൊന്ന് ആറിയ ശേഷം നമുക്ക് പിടിക്കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോഴത്തേനും കടല വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചുണ്ടൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കടുക് പൊട്ടിച്ചു, ചുവന്ന മുളക് ഇട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക്, കരിവേപ്പില ഇത്രയും വേണ്ടു. അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. ഒന്ന് മൂത്ത് വരുമ്പോൾ കടല ഓൾറെഡി ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രഷർ കുക്ക് ചെയ്ത കടലയാണ്. അപ്പോൾ നമ്മുടെ കടലയും കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ഓൾറെഡി വേവിക്കുമ്പോൾ ആഡ് ചെയ്തതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ഉപ്പൊന്നും ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ദൈവത്തിന് വെക്കേണ്ടതല്ലേ. ഇവിടെ ദാ നമ്മുടെ ഉപ്പ് കൊഴുക്കട്ടയും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ദാ പിടി കൊഴുക്കട്ടയ്ക്ക് ഇങ്ങനെ കയ്യിലെടുക്കുക, ഒന്നിങ്ങനെ ഉരുട്ടിയെടുത്ത ശേഷം ദാ ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഒന്ന് അമർത്തി കൊടുക്കുമ്പോൾ അത് നമ്മുടെ പിടി കൊഴുക്കട്ട റെഡിയായി. അപ്പോൾ അതെന്താ നമുക്കിനി സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ കടല ചുണ്ടലും കടല വെള്ളമൊക്കെ വറ്റി. ഇനി നാളികേരം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ചുണ്ടലും റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ചെറുപയർ പരിപ്പ് വെച്ചിട്ടുള്ള പായസമാണ്. അതിനിതാ ചെറുപയർ പരിപ്പ് ആദ്യം നന്നായിട്ടൊന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്, റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, ഡ്രൈ റോസ്റ്റ്. എന്നതിന് ശേഷം നമുക്കത് കഴുകി വേവിക്കണം. നമ്മുടെ പിടിക്കൊഴുക്കട്ടയും ഇതാ റെഡിയായിട്ടുണ്ട്. അപ്പോൾ 4 പദാർത്ഥങ്ങൾ റെഡിയായി: ഉപ്പ് കൊഴുക്കട്ട, മധുരം, പിടിക്കൊഴുക്കട്ടയും ചുണ്ടലും. ഇപ്പോൾ ഇതാ കടലപ്പരിപ്പ് ഇതാ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂളായ ശേഷം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി പ്രഷർ കുക്ക് ചെയ്തെടുക്കാം, ഒരു 2 വിസിൽ മതി. അപ്പോഴത്തേനും നാളികേരം ചൂടുവെള്ളം എടുത്ത ശേഷം നാളികേരപ്പാൽ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപയർ പരിപ്പ് വേവിച്ച് കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുകയാണ്. അതിലേക്ക് ശർക്കര പാനി നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതാ നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തല്ലോ, 1-ാം പാലും 2-ാം പാലും, അതാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇതിലിപ്പോൾ എനിക്ക് ഒരു പ്രശ്നം വന്നത് വെള്ളം കൂടിപ്പോയി. അതാണ് എനിക്ക് തോന്നുന്നു, ഞാൻ ആ പരിപ്പ് വേവിച്ചപ്പോൾ കൂടുതൽ വെള്ളം ആഡ് ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ്. പക്ഷേ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ നന്നായിട്ട് ഇളക്കി കൊടുത്തു. ഇനി തേങ്ങാക്കൊത്ത് നെയ്യിലിതാ നമുക്ക് നന്നായിട്ട് ചുവക്കനെ വറുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ തേങ്ങാക്കൊത്തും വറുക്കുകയാണ്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പായസവും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വിനായക ചതുർത്ഥിക്ക് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതൊക്കെ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ച ശേഷം പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു സന്തോഷം, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റിയത്. അതാണ് ഞാൻ നിങ്ങളുടെ കൂടെയും ഷെയർ ചെയ്തത്. ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.